കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യാക്കോബിൻ്റെ ഹാരാനിലേക്കുള്ള ഒളിച്ചോട്ടം. ഉൽപ്പത്തി പുസ്തകം 28 നമ്മളത് കാണുന്നത്. അതിലെഴുതിയിരിക്കുകയാണ്, യാക്കോബ് ബേർശബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. ഒരു ധനികനായ മനുഷ്യൻ്റെ ധനികനായ മകൻ. അവൻ്റെ പ്രത്യേകത, അവനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇവൻ കൂടാരവാസിയാണ്, സാധുശീലനാണ്. പക്ഷെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ജ്യേഷ്ഠാവകാശം വേണം. ജ്യേഷ്ഠാവകാശം കിട്ടി. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ചേട്ടനെ ഒന്ന് പറ്റിക്കേണ്ടി വന്നു. ചേട്ടനെ ഇപ്പോൾ കണ്ട കൊല്ലുമെന്നുള്ള നിലയിലാണ്. അത് കാരണം അമ്മ രാത്രി വിളിപ്പിച്ചു. വെളുപ്പിനെ വീട്ടിൽ നിന്നൊരു പാണ്ഡവം കെട്ടിപ്പോയി. ഇവൻ്റെ അപ്പൻ, അതായത് ഇസഹാക്കിന് വിവാഹമാലോചിച്ച് എലയാസറിനെ അബ്രഹാം വിടുമ്പോൾ, എലയാസർ വിശേഷ വസ്തുക്കളും ഒത്തിരി സാധനങ്ങളും പൊന്നും വെള്ളിയും എല്ലാമായിട്ട് ഏതാണ്ട് 10 ഒട്ടകത്തിൻ്റെ പുറത്ത് ചുമടുമായിട്ടാണ് പോകുന്നത്. ആ വഴിയിലൂടെ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് ഒരു ദരിദ്രനെ പോലെ ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുക. അതിരാവിലെ പുറപ്പെട്ട് ഓട്ടം ഓടി ഒരു ദിവസത്തെ യാത്ര പിന്നിട്ട് സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ടായിരിക്കും ഓടുന്നത്. അവിടെ ചെന്ന് വിഷമിച്ച്, കാരണം ഹോം സിക്നെസ് ഉണ്ട്. അമ്മയുടെ വാത്സല്യപുത്രനായിരുന്നു. വീട് വിട്ടെങ്ങും പോകത്തില്ല. വീട്ടിലെ ഭക്ഷണവും കഴിച്ച് വീട്ടിലെ മെത്തേ കിടന്നുറങ്ങുന്നവൻ ഇപ്പോൾ തലയണയ്ക്ക് നോക്കിയിട്ടില്ല, ഒരു കല്ലെടുത്ത് വെച്ച് ഉറങ്ങുക. ദൈവത്തിൻ്റെ രീതി നോക്കിക്കുക. ദൈവം ഇടപെട്ട് ദിവ്യ ദർശനങ്ങളെ കാണിച്ച്, സ്വപ്നം കാണിച്ച്, എന്നിട്ട് പറഞ്ഞ്, ഞാൻ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇവനൊരു പേടിയുണ്ട്, ഞാൻ ഈ പോയതിന് തിരിച്ചു വരുക, ഞാൻ നിന്നെ ഈ ദേശത്തേക്ക് മടക്കി വരുത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുകയാണ്, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ രീതി കണ്ടു. നമ്മളൊക്കെയാണ് ഒരാളൊരു അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നു എന്ന് കണ്ടാൽ അവൻ സ്ഥാനമോഹിയാണ് എന്നല്ലേ പറയണ്ട. അങ്ങനെയല്ല പരിശുദ്ധാത്മാവ്. അവൻ നല്ല വേല ആഗ്രഹിക്കുന്നു. ഇവനിപ്പോൾ ജ്യേഷ്ഠാവകാശം വേണമായിരുന്നു. ഓക്കെ, കർത്താവ് റെഡിയാണ്. പക്ഷേ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിനെ വിടുന്ന 20 വർഷത്തെ ട്രെയിനിങ്ങിന് വിടുക. സാധുശീലനെ, കൂടാരവാസിയെ മിടുക്കനാക്കി, ഏസാവിനെ ആത്മീയമായി വെല്ലുന്ന പോരാളിയാക്കി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഒരുത്തൻ സഭയിൽ അധ്യക്ഷ സ്ഥാനം ആകാംക്ഷിക്കുന്നു, നോ പ്രോബ്ലം. ഈ കല്ലിന്മേൽ വീഴുന്നവനെ അത് തൂളിയാക്കും. ഈ കല്ലാരുടെയെങ്കിലും മേൽ വീണാൽ അവനെ തൂളിപ്പിക്കും. ഓർത്തുകൊള്ളുക, ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് പാസ്സായാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് സഭയെ നടത്താം, ആട്ടിൻകൂട്ടത്തെ നടത്താം. ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ പത്രോസ് എഴുതിയിരിക്കുന്നത് പോലെയുള്ള ലെവലിലേക്കുള്ളൊരു ഇടയനായി മാറും. ദൈവത്തിന് ഹിതമാമണ്ണം ദുരാഗ്രഹത്തോടെ അല്ലാതെ ഉന്മേഷത്തോടെ ആടുകളെ നടത്തുന്നവൻ, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനായിട്ടല്ല, മാതൃകയായവൻ. ജീവിതത്തിൽ ഒരു വിളി നിങ്ങളുടെ അകത്ത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ മേലൊരു വിളി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വെളിപ്പെടും. സമയമാകുമ്പോൾ വെളിപ്പെടും. പിന്നെ തിരിഞ്ഞു നോക്കണ്ട, ദൈവിക നടത്തിപ്പിൽ മുന്നോട്ട് പോവുക. ശരിയാണ്, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, അലച്ചിലൊക്കെ തോന്നും. പക്ഷേ ദൈവം മിടുക്കനാക്കി എടുക്കും. ദൈവത്തിൻ്റെ ട്രെയിനിങ്ങാണ്. ദൈവ ഉത്തരവാദിയാണ്. അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കും. സഭാപ്രസംഗി പറയുന്നു, 1000 പേരിൽ ഞാനൊരു പുരുഷനെ കണ്ടു, അത്രയും പേരിൽ ഞാനൊരു സ്ത്രീയെ കണ്ടില്ലെന്നാണ്. അപ്പോൾ 1000 ആണുങ്ങളെ എടുത്തപ്പോൾ ഒരു പുരുഷനെ ഉണ്ടായിരുന്നുള്ളതാണ്. അതൊക്കെ നിസ്സാര കാര്യമാണോ? പുരുഷത്വം കാണിപ്പീൻ എന്നൊരു വചനമില്ലേ? അത് ദൈവമായിരുന്നു. അത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേടി. അങ്ങനെ നേടിയവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിങ്ങളുടെ നേരെ നിൽക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ട്രെയിനിങ് ലഭിപ്പാൻ, മിടുക്കരാകുവാൻ, കർത്താവിന് കൊള്ളാകുന്നവരാകുവാൻ, അനേകർക്ക് ആശ്വാസമായി തരുവാൻ, അനുഗ്രഹമായി തരുവാൻ സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.